അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്നവരിൽ ഉൾപ്പെടാൻ റഹ്മാനായ റബ്ബ് സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മഹാനായ സ്വഹാബി വര്യൻ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ പല കാര്യങ്ങളിലും ഇടപെട്ട വ്യക്തിത്വമാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു. സ്വഹാബാക്കൾക്കിടയിൽ ചേരിതിരിവുണ്ടായ സമയത്തും മറ്റ് ഏത് രംഗത്തും അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രത്തിൻ്റെ താളിയോലകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത ഉപദേശങ്ങളും അത്തരത്തിൽ തന്നെയായിരുന്നു. ഒരിക്കൽ പ്രവാചകൻ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ രണ്ട് തോളുകളിലും കൈവച്ചുകൊണ്ട് കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. കുൻ ഫി ദുനിയ കഅന്നക ഗരീബുൻ ഔ ആബിറുസ് സബീൽ. അബ്ദുള്ള, നീ ദുനിയാവിലൊരു വഴിയാത്രക്കാരനെ പോലെയോ ഒരു അപരിചിതനെ പോലെയോ ആയിത്തീരണം. അതിനപ്പുറത്തേക്ക് നീ കൊതിക്കുകയോ ആഗ്രഹിക്കുകയോ താല്പര്യപ്പെടുകയോ ചെയ്യരുത് എന്നൊരു ഉപദേശം പ്രിയപ്പെട്ടവരെ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കുകയാണ്. മനുഷ്യൻ്റെ ആഗ്രഹം കൗമാരം വിട്ടുകടന്നാൽ അവൻ്റെ ജീവിതോപാധി തേടിയിട്ടുള്ള യാത്രകൾ തുടങ്ങുന്നത് മുതൽ സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെടലുകളും ദുനിയവിയായിട്ടുള്ള ആഗ്രഹങ്ങളും അവനിൽ ഉടലെടുക്കാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ലാ യസാലു ഖൽബുൽ കബീരി ഷാബൻ ഫിസ്നതൈൻ
ഒരു വയോവൃദ്ധൻ്റെ മനസ്സുപോലും രണ്ട് കാര്യങ്ങളിൽ പ്രിയപ്പെട്ടവരെ യുവാവിൻ്റെ മനസ്സിന് തുല്യമായിരിക്കുന്നതാണ്. ഏതൊക്കെയെന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. ഫീ ഹുബ്ബി ദുനിയാ, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഭ്രമമാണ്, സ്നേഹമാണ്. ദുനിയാവിൽ ഒരുപാട് വെട്ടിപ്പിടിക്കണമെന്നും ദുനിയാവിൽ ഒരുപാട് നേടിയെടുക്കണമെന്നുള്ള അങ്ങേയറ്റത്തെ കൊതിയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമതായി എണ്ണുന്നത് തൂലുൽ അമലാണ്. മരണമെന്ന യഥാർത്ഥമായ കാര്യത്തെ അവൻ വെറുക്കുകയും അതിനെ ആഗ്രഹിക്കാതിരിക്കുകയും അതിനെ മറന്നുകൊണ്ടുള്ള ജീവിതം ജീവിക്കുകയും ചെയ്യും. ഇത് എത്ര പ്രായമായാലും ഈ രണ്ട് കാര്യങ്ങൾ ഒരു വയോവൃദ്ധൻ്റെ മനസ്സ് പോലും യുവാവിൻ്റെ മനസ്സിന് തുല്യമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ടവരെ, ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ പറയലുണ്ട്. ഒരു കൊടുങ്കാട്ടിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയുടെ കഥയാണ് ദുനിയാവിനെ സംബന്ധിച്ച് ഉപമിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കൽ. ആ കൊടുങ്കാട്ടിലെ ഒറ്റപ്പെട്ട ആ വ്യക്തി തൻ്റെ പിറകിലോട്ട് നോക്കിയപ്പോൾ ഗർജിച്ചു വരുന്നൊരു സിംഹത്തെയാണ് കാണുന്നത്. ആ ഗർജിച്ചു വരുന്ന സിംഹം തൻ്റെ പിന്നാലെ ഓടുന്നത് കണ്ട് എങ്ങോട്ടൊന്നല്ലാതെ ആ വ്യക്തി ആ കാട്ടിലൂടെ ഓടുകയും ഒരു പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയും ആ പൊട്ടക്കിണറ്റിൽ നിലം പതിക്കാതെ ഒരു വള്ളിയിൽ പിടുത്തം കിട്ടുകയും ചെയ്തു. ആ വള്ളിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുകളിലോട്ട് നോക്കിയ സമയത്ത് ആ വ്യക്തി കാണുന്നത് തൻ്റെ ആക്രോശിച്ച് നിൽക്കുന്ന, തൻ്റെ മുഖത്ത് വന്ന് കടിച്ചു കീറാൻ വേണ്ടി നിൽക്കുന്ന സിംഹത്തെയാണ്. താഴോട്ടൊരു ശബ്ദം നോക്കിയ സമയത്ത് വിഷസർപ്പങ്ങളാണ്, ധ്വംസിക്കുന്ന പാമ്പുകളെയാണ് ആ വ്യക്തി കാണുന്നത്. പിന്നീട് അദ്ദേഹം കുറച്ചുകൂടി മുകളിലോട്ട് നോക്കിയപ്പോൾ താൻ പിടിച്ച വള്ളിയുണ്ടല്ലോ, താൻ പിടിച്ച ആ കാട്ടുവള്ളിയെ ഒരു കറുത്ത എലിയും വെളുത്ത എലിയും കാർന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി കാണുകയാണ്. എന്നിട്ട് തൻ്റെ തലയിലേക്ക് പെട്ടെന്നൊരു ജലാംശം പോലെയുള്ളൊരു വസ്തു വീഴുന്നതും ഇയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം അതിങ്ങനെ നാമച്ചപ്പോൾ, അതിങ്ങനെ രുചിച്ചപ്പോൾ നല്ല കാട്ടുതേനാണ്. ആ രുചിയിൽ അദ്ദേഹം അങ്ങനെ ആസ്വദിച്ചിരുന്നു എന്നുള്ളതാ. തൻ്റെ വള്ളിയെ അത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വെളുത്തെലിയും കറുത്തേലിയുമുണ്ട്. താൻ നിരത്തു പതിച്ചാൽ എന്നെ ധ്വംസിക്കാൻ വേണ്ടി, എന്നെ ഭക്ഷിക്കാൻ വേണ്ടി, എന്നെ കടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സർപ്പങ്ങളുണ്ട്. ഞാനെങ്ങാനും മുകളിലേക്ക് എങ്ങാനും കയറി നോക്കിയാൽ എന്നെ കടിച്ചു കീറാൻ നിൽക്കുന്ന സിംഹമുണ്ട് എന്നുള്ളത് ഈ തേനിൻ്റെ രുചിയാൽ ഈ വ്യക്തി മറന്നുപോയി എന്നുള്ളതാ. പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാരെ ആ ഒരു ദുനിയാവിൻ്റെ കഥയിലൂടെ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? ആ തേനിൻ്റെ മധുരമാണ് ദുനിയാവ് എന്നുള്ളത്. ആ തേനിൻ്റെ മധുരമാണ്. തനിക്ക് നാളെ വരാനുള്ള ഖബറുണ്ട്. ആ നിലത്തേക്കെങ്ങാനും പതിച്ചാൽ അവൻ ആ ഖബറിലേക്കാണ് കിടക്കുന്നത്. ആ വെളുത്തെലിയും കറുത്തെലിയും തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന രാപ്പകലുകളാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതം? മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായിട്ട് റഹ്മാനായ റബ്ബ് 3 ഘട്ടങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒന്നാമത്തെ ഘട്ടവും രണ്ടാമത്തെ ഘട്ടവും മൂന്നാമത്തെ ഘട്ടവും. ഒന്നാമത്തെ ഘട്ടം ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസവും നിശ്ചിത ദിവസവും പൂർത്തിയാക്കി ഈ ഭൂമി ലോകത്തേക്ക് വരുന്ന ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ഈ ഭൂമി ലോകത്ത് 60 70 വയസ്സ് മാത്രം വരെ ജീവിക്കുന്ന ഈ രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്നുള്ളത് അതേ പ്രിയപ്പെട്ടവരെ, അനശ്വരമായ, കണക്കാക്കാൻ കഴിയാത്ത തീയതികളോ ദിവസങ്ങളോ മിനിറ്റുകളോ കണക്കാക്കാനോ അളന്ന് തൂക്കി നോക്കാനോ കഴിയാത്ത ആ വലിയൊരു യാത്രയെപ്പറ്റി നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. മനുഷ്യ ജീവിതം എന്നുള്ളത് ആ രൂപത്തിലാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഗൗരവമേറിയിട്ടാണ് എന്നറിയോ ഇത്തരം ആയത്തുകളെ പഠിപ്പിക്കുന്നത്. ദുനിയവിൻ്റെ പിന്നാലെ ഓടുന്ന ചാടുന്ന അതിൽ കൊതിച്ച് ജീവിക്കുന്നവർക്ക് റഹ്മാനായ റബ്ബ് നൽകുന്നൊരു താക്കീതുണ്ട്. എന്താണ് പ്രിയപ്പെട്ടവരെ? ഖദ് ഖസിറല്ലദീന കദ്ദബൂ ബിലിഖാഇല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ നിഷേധിച്ച് തള്ളിയവർ തീർച്ചയായും നഷ്ടത്തിൽപ്പെട്ടിരിക്കുന്നു. റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്, ഹത്താ ഇദാ ജാഅതുഹുമുസ് സാഅതു ബഗ്തതൻ ഖാലൂ യാ ഹസറതനാ അലാ മാ ഫറത്നാ ഫീഹാ വഹും യഹ്മിലൂന ഔസാറഹും അലാ ളുഹൂരിഹിം അലാ സാഅ മാ യസിറൂൻ.
അങ്ങനെ നിഷേധിച്ച് തള്ളിയവരുണ്ടല്ലോ, അങ്ങനെ പെട്ടെന്നിതാ അവർക്ക് അന്ത്യസമയം വന്നെത്തുകയാണ്. അവർ പറയുന്നതാണ്, പടച്ചറബേ, ഞങ്ങളുടെ കാര്യത്തിൽ വീഴ്ച വരുത്തിയല്ലോ, ഞങ്ങൾ എന്ത് കഷ്ടമാണ് ചെയ്തതെന്നവർ പറയും. അവരുടെ പാപങ്ങൾ വഹിച്ചുകൊണ്ടിതാ റഹ്മാനായ റബ്ബിന്റെ സന്നിധിയിലേക്ക് പോകുന്ന യാത്രയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് പഠിപ്പിക്കുന്ന വചനങ്ങൾ എന്തെന്നറിയോ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ ലഇബും വലഹവ്. ദുനിയാവ് എന്നുള്ളത് ലഇബും ലഹുവും മാത്രമാണ്. ഐഹിക ജീവിതം എന്നുള്ള പ്രിയപ്പെട്ടവരെ കളിയും വിനോദവും അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് റഹ്മാനായ റബ്ബ് പറയാം. വലദ്ദാറുൽ ആഖിറത്തു ഖൈറുൽ ലദീന യത്തഖൂൻ. നാളെയുടെ ഉഖറവിയായ ലോകമാണ്, നാളെയുടെ പാരത്രിക ലോകമാണ് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആയത്തുകൾ കഴിഞ്ഞിട്ടില്ല. അല്ലാഹ് ഒരുപാട് വചനങ്ങളിലൂടെ, സമാനമായ ഒരുപാട് ആയത്തുകളിലൂടെ ഈ വിഷയത്തെ തന്നെ മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് വളരെ വ്യക്തമാകുന്ന രൂപത്തിൽ പഠിപ്പിക്കുകയാണ്. യഅലമൂ, നിങ്ങളറിയണേ, വിശ്വാസികളെ, മനുഷ്യരെ നിങ്ങളറിയണേ. എന്താണ് നിങ്ങൾ അറിയേണ്ടതെന്നറിയോ? അന്നമൽ ഹയാത്തുദ് ദുനിയാ, നിശ്ചയം ദുനിയാവിൻ്റെ ജീവിതമുണ്ടല്ലോ, ഐഹിക ജീവിതമുണ്ടല്ലോ, ലഇബും വലഹ്വ്, അത് ലഇബും ലഹുവും തന്നെയാണ്. അല്ലാഹു വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിച്ചു പറയാം, അത് കളിയും വിനോദവുമല്ലാതെ മറ്റൊന്നുമല്ല. മാത്രമല്ല, അതിൽ മാത്രം ഒതുങ്ങിത്തീരാത്ത റഹ്മാനായ റബ്ബ് ദുനിയാവിനുള്ള ഡെഫിനിഷൻ, ദുനിയാവിനുള്ള നിർവചനം പഠിപ്പിക്കുകയാണ്. വസീനത്തും വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്. എത്ര സുന്ദരമായിട്ടാണ്, എത്ര ഗൗരവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അലങ്കാരവും നിങ്ങൾ പരസ്പരം ദുരഭിമാനം നടിക്കലും സ്വത്തുക്കളിലും സന്താനങ്ങളിലും പെരുപ്പം കാണിക്കലും മാത്രമാണ് ദുനിയാവ്. ഇനി ഞാൻ മേടിച്ചു കൂട്ടിയ സ്ഥലങ്ങളുടെ കണക്ക് പറയാൻ നമുക്ക് കഴിയും. നാം കെട്ടിപ്പൊക്കിയ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാൻ കഴിയും. നാം നേടിയെടുത്ത നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് പെരുമ നടിക്കാൻ കഴിയും. നമ്മുടെ തറവാടിനെ കുറിച്ച് നമുക്ക് പെരുമ നടിക്കാൻ കഴിയും. ഇതിനപ്പുറത്തേക്ക് യാതൊന്നും ദുനിയാവിലില്ല, ഇതിനപ്പുറത്തേക്ക് യാതൊന്നും തൻ്റെ അടിമകൾക്കില്ല ദുനിയാവിലെന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നോക്കിയ നിങ്ങൾ 60-70 വയസ്സ് മാത്രം വരെ ജീവിക്കുന്ന ഈ ദുനിയാവിന് വേണ്ടി നാം എത്ര ആലോചിക്കലുണ്ട്. ഒരു വീടിൻ്റെ പ്ലാനിങ് മുതൽ, അല്ലേ, ഒരു വീട് വെക്കാൻ തന്നെ ഒരു വീടിൻ്റെ പ്ലാനിങ് മുതൽ, അത് ഏത് ആർക്കിടെക്റ്റിനെ കണ്ടെത്തണം, ഏത് എഞ്ചിനീയറാണ് വരയ്ക്കേണ്ടത്, എങ്ങനെ ആകണം, ഏത് രൂപത്തിലാകണം, എത്ര പ്രിയപ്പെട്ടവരെ നാം തലപുകക്കും. ഒരു വാഹനമാകുന്ന സമയത്ത്, ഒരു സ്ഥലമെടുക്കുന്ന സമയത്ത്, ഒരു ബിൽഡിംഗ് കെട്ടുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളിൽ ആകുലതയും ആശങ്കയുമായിട്ടാണ് ദുനിയാവിൻ്റെ കാര്യത്തിൽ നാം ഇടപെടൽ. എത്ര 60-70 വരെ. എന്നാൽ എത്ര വർഷമാണ് ഖബറിൽ കിടക്കേണ്ടതെന്ന് പോലും അറിയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 1400 ചില്ലാന വർഷങ്ങളായി. 1400 ചില്ലാന വർഷവും റസൂലുള്ളാഹി ഖബറിലാണ്. മൂസാ നബി അലൈഹിസ്സലാമ സഹസ്രാബ്ദങ്ങളായി ഖബറിലല്ലേ പ്രിയപ്പെട്ടവരെ. ആദം നബി അലൈഹിസ്സലാമ കൊല്ലങ്ങളായി, വർഷങ്ങളായി ഖബറിലല്ലേ പ്രിയപ്പെട്ടവരെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമ ഖബറിലല്ലേ പ്രിയപ്പെട്ടവരെ. നമ്മൾ എത്ര കാലം ഖബറിൽ കിടക്കേണ്ടി വരുമെന്നുള്ളത് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എത്ര കാലമാണ് ഖിയാമത്ത് നാൾ പ്രിയപ്പെട്ടവരെ എന്നാണ് നമുക്ക് വരിക എന്നുള്ളത് നാം ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ വീണ്ടും എടുത്തു പറയാണ്. മനുഷ്യരെ അവർക്ക് വലിയ അലങ്കാരമായി തോന്നിപ്പിക്കുന്ന കാര്യങ്ങളെ വീണ്ടും വീണ്ടും അള്ളാഹു പഠിപ്പിക്കണം. ഇതൊക്കെ നമ്മൾ ഖുർആനിലൂടെ ഓതുന്ന കാര്യങ്ങളാണ്, അല്ലേ? ഖുർആനിൻ്റെ പേജുകൾ ഓതി തീർത്തിട്ടാവും ഒരു പക്ഷേ ദുനിയവിയായ കാര്യങ്ങളിൽ നാം കൂടുതൽ ആകുലതപ്പെടുന്നത്. സുയ്യിന ലിന്നാസി ഹുബ്ബുശ്ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറ വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫില്ലതി വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർസ് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയ വല്ലാഹു ഇൻദഹു ഉസ്നുൽ മആബ്. എത്ര ഗൗരവ
ബോധപൂർവമാണ് റഹ്മാനായ റബ്ബ് ഈ വിഷയത്തെ പഠിപ്പിക്കുന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ? അതേ ഭാര്യമാരും പുത്രന്മാരും കൂമ്പാരമാക്കി കൂട്ടിയ സ്വർണവും വെള്ളിയുമാകട്ടെ, മേത്തരം കുതിരകളും നാൽക്കാലികളും മറ്റു കൃഷിയിടങ്ങളും, അങ്ങനെ മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വസ്തുക്കളും മനുഷ്യരെ അലങ്കാരമാക്കി തോന്നിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു അലങ്കാരമാക്കി റഹ്മാനായ റബ്ബ് തോന്നിക്കും. എന്നിട്ട് ഇതിൻ്റെ തൊട്ട് അടിയിലെ ആയത്തിൽ അല്ലാഹ് പഠിപ്പിക്കുന്ന കാര്യം എന്താ അറിയോ? കുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും. ഇതിനേക്കാൾ ഈ ഇഹലോക സുഖങ്ങളെക്കാൾ, നിങ്ങൾ ഈ ദുനിയാവിൽ കെട്ടിപ്പടുത്ത കാര്യങ്ങളെക്കാൾ ഉത്തമമായ കാര്യം പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് എന്താ പ്രിയപ്പെട്ടവരെ? അല്ലാഹ് പഠിപ്പിച്ചത് എന്താ? ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. ജന്നാത്തുൻ തജ്രീ, അല്ലേ? താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗീയ പൂന്തോപ്പിനെ പറ്റിയിട്ട റഹ്മാനായ റബ്ബ് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം കിനാവ് കണ്ടിട്ടുണ്ടോ നാം? ആ സ്വർഗം കൊതിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ നാം? ജന്നാത്തുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ. എന്നെന്നും ശാശ്വതനായി ജീവിക്കുന്ന 60 70 റെക്കോർഡിക്കൽ 110 അല്ല പ്രിയപ്പെട്ടവരെ, എന്നെന്നും ശാശ്വതനായി ജീവിക്കുന്ന ആ സ്വർഗമുണ്ടേ, അതാണ് ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നൊരു വാചകമുണ്ട്, ലൈസ ഫി ദുനിയ മിമ്മാ ഫിൽ ആഖിറതി ഇല്ലൽ അസ്മാ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പാലുണ്ട്, തേനുണ്ട്, അരുവിയുണ്ട്, അങ്ങനെയുള്ള സ്വർഗീയ വസ്തുക്കളുടെ വിശേഷണങ്ങൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ് നാം. അതൊക്കെ ദുനിയാവിൽ ചില വസ്തുക്കളുമായി റഹ്മാനായ റബ്ബ് താരതമ്യപ്പെടുത്തുന്നത് എന്തിനാണെന്നറിയോ? മനുഷ്യർക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം. അത് നാട്ടിലത്തെ പാലല്ല, നാട്ടിലെ അരുവിയല്ല പ്രിയപ്പെട്ടവരെ, നാട്ടിലെ തേനല്ല. നാം പരിചയിച്ച ഏറ്റവും ക്വാളിറ്റിയുള്ള വസ്തുവിനോട് പോലും താരതമ്യപ്പെടുത്തിയാലോ സാദൃശ്യപ്പെടുത്തിയാലോ എത്താവുന്ന ഒന്നല്ല സ്വർഗം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കാണ് പഠിപ്പിച്ചു തരികയാണ്. ആ സ്വർഗമാണ് ഈ ഇഹലോക ജീവിതത്തെക്കാൾ നിനക്ക് ഉത്തമമെന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുമ്പോൾ ആ സ്വർഗം കിട്ടുന്നവരുടെ ഗുണങ്ങളല്ല പഠിപ്പിക്കുകയാണ്. അവർ ദുനിയാവിലെ ഏറെ പ്രിയപ്പെട്ട് ജീവിക്കുന്നവരല്ല എന്നുള്ളതാ. അല്ലദീന യഖൂലൂന, അവർ പറയുന്നവരാണ്, റബ്ബനാ ഇന്നനാ ആമന്നാ, അല്ലാഹുവേ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു നാദാ, ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണേ നാദാ, ഫഗ്ഫിർ ലനാ ദുനൂബനാ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണേ, വഖിനാ അദാബന്നാർ, നരകത്തിൻ്റെ ഘോരമായ ആ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണവർ. ആരെ? ആ സ്വർഗം കിട്ടുന്നവർ, ആ ജന്നാത്തുൻ തജ്രീ ഒഴുകുന്ന ആ അരുവികളുള്ള ആ സ്വർഗീയ പൂന്തോപ്പിൽ വസിക്കുന്നവരെ. പ്രിയപ്പെട്ടവരെ, അവരുടെ വിശേഷണങ്ങളല്ല നിർത്തിയില്ല. അസ്സാബിരീൻ, ക്ഷമ കൈക്കൊള്ളുന്നവരാണവർ. വസ്സാദിഖീൻ, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും എന്ത് പ്രയാസം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും സത്യം മാത്രം പറയുന്നവരാണവർ, സത്യം മാത്രം ജീവിതത്തിൽ പാലിക്കുന്നവരാണവർ. വൽ ഖാനിതീൻ, ഭക്തിയുള്ളവരാണ് അവർ. വൽ മുൻഫിഖീൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണവർ. മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അതേ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, ആ സുഹൂറിൻ്റെ സമയത്ത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണവർ. ഇതാണ് ആ സ്വർഗം കിട്ടുന്നവരുടെ ഗുണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ എങ്ങനെ ചേർത്തിയിട്ടാണ് പറയുന്നത്? ദുനിയാവ് ലൈബും ലഹുവാന്ന് പറഞ്ഞു. എൻ്റെ തൊട്ടടിയത്ത ആയത്തിൽ ആ ദുനിയാവിനേക്കാൾ സുന്ദരമായ കാഴ്ചയെ പറ്റി അല്ലാഹ് പറഞ്ഞു. എന്നിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം കിട്ടുന്നവരുടെ വിശേഷണത്തെ, സ്വഭാവത്തെ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ച് നൽകിയത്. അല്ലാഹു മുന്നിലോട്ട് നോക്കാൻ വേണ്ടി നമ്മോട് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് പിറകോട്ട് നോക്കാൻ വേണ്ടി നമ്മോട് പറയാണ്, അല്ലേ? ജീവിതത്തിൽ സിംഹാസനങ്ങൾ കെട്ടിപ്പടുത്ത ഫിർഔനും ഹാമാനും അങ്ങനെയുള്ള വലീദ് ബിൻ മുഗീറയും പോലെയുള്ള എത്രയെത്ര സാമ്പത്തിക രംഗത്ത് ഉന്നതി പ്രാപിച്ചവർ,
എന്തെല്ലാം മേഖലയിൽ ഉയർന്നു നിന്നവർ അവരെവിടെ എന്ന് അള്ളാഹു ചോദിക്കാം. എത്രയെത്ര പാർപ്പിടങ്ങളും എത്രയെത്ര സങ്കേതങ്ങളുമാണ് അവർ വിട്ടേച്ചു പോയത്. എത്രയെത്ര കൃഷിയിടങ്ങളും മാന്യമായ പാർപ്പിടങ്ങളുമാണ് അവർ വിട്ടേച്ചു പോയത്. എത്രയെത്ര തോട്ടങ്ങളാണ്, എത്രയെത്ര അരുവികളുമാണ്. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾക്ക് കൺകുളിർമയേകുന്ന എത്രയെത്ര അവരുടെ സാമ്പത്തിക രംഗങ്ങളാണ് നമുക്ക് നോക്കിയാൽ തന്നെ കാണില്ലേ. ചരിത്രത്തിന്റെ അധ്യാപനങ്ങൾ പരിശോധിച്ചാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണില്ലേ. ഫിറഔനിന്റെ സാമ്പത്തിക രംഗമെന്താ, കാറൂനിന്റെ സാമ്പത്തിക രംഗമെന്താ, ഹാമാനിന്റെ സന്നാഹവും മറ്റുമൊക്കെ എന്താണ്. ഈ ചരിത്രത്തിൽ കടന്നുപോയ എത്രയെത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അവരുടെയൊക്കെ സാമ്പത്തിക രംഗം എന്ത്, അവരൊക്കെ എന്താ കൊണ്ടുപോയതെന്ന് അള്ളാഹ് നമ്മോട് ചോദിക്കുക. എങ്ങനെ? ദുനിയാവിന്റെ പിറകെ പോകുന്നവരെ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. എത്രയെത്ര മാന്യമായ പാർപ്പിടങ്ങളും കൃഷിയിടങ്ങളുമാണ് അവർ വിട്ടേച്ചു പോയത്. നിങ്ങൾക്ക് ഉറക്കത്തേക്കാൾ ഉത്തമമാണ് നമസ്കാരം എന്ന് പറയുമ്പോൾ നമസ്കാരത്തിലേക്ക് വരൂ എന്നുള്ള ആ വിളിപ്രഖ്യാപനം നിങ്ങളുടെ കാതകങ്ങളിലേക്ക് കേൾക്കുന്ന സമയത്ത് ദുനിയാവിന്റെ പിറകിൽ പോയവരെ കം തറക്കോ മിൻ ജന്നാത്തിൻ ഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളും സാമ്പത്തിക രംഗങ്ങളുമാണ് അവർ വിട്ടേച്ചു പോയത്. അവരൊന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കാം. നാളെ പരലോകത്ത് എന്നിട്ടേ അള്ളാഹ് ചോദിക്കും, ഖാലകം ലബിസ്തും ഫിൽ അർളി അദദ സിനീൻ, ഭൂമിയിൽ നിങ്ങൾ എത്ര കാലം താമസിച്ചു, എത്ര കൊല്ലം നിങ്ങൾ താമസിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകൾ പറയും, ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, അള്ളാഹുവേ ഒരു ദിവസമോ അതല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പം മാത്രമേ ഞങ്ങൾ താമസിച്ചിട്ടുള്ളൂ. നോക്കി നിങ്ങൾ, ഒരു ദിവസമോ അതല്ല ഒരു ദിവസത്തിൻ്റെ അല്പം മാത്രമേ ഞങ്ങൾ താമസിച്ചിട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നും ഞങ്ങൾ താമസിച്ചിട്ടില്ല നാഥാ. കന്നവും യൗമയറൗനഹാ ലം യൽബസൂ ഇല്ലാ അശിയതൻ ഔ ദുഹാ, ഒരു പ്രഭാതമോ അതല്ല എങ്കിൽ ഒരു പ്രദോഷമോ മാത്രമാണ് ഞങ്ങൾ താമസിച്ചത് എന്ന് അള്ളാഹുവിൻ്റെ അടിയാറുകൾ പറയുന്ന ആ സമയമില്ലേ. പ്രിയപ്പെട്ടവർ, നമ്മൾ പറയും 6 അടി മണ്ണേ ഉണ്ടാവുള്ളൂ എന്ന് പറയും. 6 അടി മണ്ണ് പോലും ഉണ്ടോ മനുഷ്യന്? എവിടെയുള്ളത് പ്രിയപ്പെട്ടവർ 6 അടി മണ്ണ്? എത്ര കാലം 6 അടി മണ്ണുണ്ടാവുക? ഒരു 100-200 വർഷം കഴിഞ്ഞാൽ ആ ഖബറിൽ മറ്റൊരു ഖബർ വരും. ആ ഖബറിൽ മറ്റൊരു ഖബർ വരും. നമ്മുടെ അത്ര പോലും ഇല്ല. വിദേശ രാജ്യങ്ങളിൽ നിശ്ചിത വർഷം കഴിഞ്ഞാലേ ആ ഖബറിലേക്കൊരു മറ്റൊരു മയ്യത്തിനെ കിടത്തും. 6 അടി മണ്ണ് പോലും നമുക്കില്ല പ്രിയപ്പെട്ടവരെ എന്ന് റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആ മരണം എന്നുള്ള യാഥാർത്ഥ്യം നമ്മെ പിടികൂടും. ആ മരണം എന്നുള്ളത് നാം ഏത് കൊട്ടാരത്തിലാണെങ്കിലും ഏത് കൂരയിലാണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മെ പിടികൂടും. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, കൊട്ടാരത്തിലാണെങ്കിലും കൂരയിലാണെങ്കിലും കെട്ടിയുറപ്പിക്കപ്പെട്ട ഏത് കെട്ടിടങ്ങൾക്കുള്ളിലാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടും. നിങ്ങൾ ഓടിയൊളിക്കുന്ന ആ മരണം ഉണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, അത് നിങ്ങളെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പ്രിയപ്പെട്ടവരെ റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുക. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം നിങ്ങളുടെ മരണം അത് കണക്കാക്കിയിരിക്കുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് സമയത്താണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏത് രൂപത്തിലാണ് മരണമെന്ന് നമുക്കറിയില്ല. ആ മരണാനന്തര ലോകമുണ്ട്. ദുനിയാവിൻ്റെ പിറകിൽ പോയാൽ നാം ഏതുവരെ ഓടും, നാം ഏതുവരെ സഞ്ചരിക്കും? ഒരു ജുമഅക്ക് പോലും പ്രിയപ്പെട്ടവരെ നമുക്ക് നേരത്തെ വരാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മളെത്ര വലിയ നിർഭാഗ്യവാന്മാരാ. ആലോചിച്ച് നോക്കി, നമ്മളെത്ര നിർഭാഗ്യവാന്മാരാ. 200 മീറ്ററും 100 മീറ്ററും അകലെ അള്ളാഹുവിൻ്റെ പള്ളികൾ ഉണ്ടായിട്ട് ആ പള്ളിയിലേക്കൊന്ന് ജമാഅത്ത് നമസ്കരിക്കാൻ വരാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മളെത്ര ദൗർഭാഗ്യവാന്മാരാ. എല്ലാവിധ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളുമുള്ള നമ്മുടെ പാർപ്പിടങ്ങളിൽ നിന്ന് സുബഹി ജമാഅത്തിനൊന്ന് പള്ളിയിൽ വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ
പ്രിയപ്പെട്ടവരെ, നമ്മളെത്ര തീരാ നഷ്ടക്കാരാ. 70,000, 80,000, 50,000 ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങുന്ന നാം ഒരു രോഗിയുണ്ടെന്ന് കേൾക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിന് ചെലവഴിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് കേൾക്കുമ്പോൾ അവിടേക്കൊരു 100 രൂപ കൊടുക്കാൻ പോലും മടി കാണിക്കുന്ന നാം എത്ര തീരാ നഷ്ടക്കാരാ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ചിന്ത, ഇത് കൊടുത്താൽ നാളെയുടെ മറ്റേ കാര്യം ചെയ്യാൻ എന്താ, അങ്ങനെയാണ്, നാളെ ഉണ്ടാകുമെന്ന് എന്തുറപ്പാണ് റഹ്മാനായ റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ളത്. നാളെ നാം ജീവിച്ചിരിക്കുമെന്ന് എന്തൊരു ഉറപ്പാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. മിന്നാന്ന് ഒരു മരണവാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, സ്വർഗം കൊടുക്കട്ടെ. കണ്ണൂര് ചെങ്ങളായി പ്രദേശത്തുകാരനായിട്ടുള്ള നമ്മുടെ ഒരു പ്രവർത്തകൻ പാമ്പ് കടിച്ച അണലിയുടെ ധ്വംസനമേറ്റ് കുറച്ച് ദിവസങ്ങൾ വെന്റിലേറ്ററിൽ കഴിഞ്ഞു. 2 കാലും 2 കൈകളും മുറിച്ചു മാറ്റി അല്ലാഹു മിന്നാന്ന് അദ്ദേഹത്തെ കൊണ്ടുപോയി. അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 20 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ആ കുടുംബം ചെലവഴിച്ചത്. 20 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അത്രയുള്ളൂ മനുഷ്യൻ്റെ കാര്യം, അത്രയുള്ളൂ മനുഷ്യൻ്റെ ജീവിതം എന്നുള്ളത് ആ രൂപത്തിലുള്ളൂ. അതുകൊണ്ട് തിരിച്ച് ചിന്തിക്കാൻ നാം ഇനിയും തയ്യാറായിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കും തീരാ നഷ്ടക്കാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസികും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്ന ആ സ്ഥലത്തേക്ക് കയറി വരികയാണ്. ആ രംഗം കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയാൻ തുടങ്ങി. ഫബ്തദറത്ത് ഐനായ മയുബിക്കിഖയ ഉമർ, ഉമറേ നീ എന്തിനാണ് കരയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു. റസൂലേ, ഞാൻ എങ്ങനെ കരയാതിരിക്കും? അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഞാൻ എങ്ങനെ കരയാതിരിക്കും? അൻത നബിയുല്ലാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ദാലിക കിസ്റ വ ഖൈസർ ലഹും ഫി സിമാരി വൽ അൻഹാർ. കിസ്റ ചക്രവർത്തിമാരും കൈസർ ചക്രവർത്തിമാരും സുഖലോലിപതയുടെ അങ്ങേയറ്റത്താണ് റസൂലെ ജീവിക്കുന്നത്. താങ്കൾ അള്ളാഹിൻ്റെ നബിയായിട്ട് ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഏതായിരുന്നു ആ രംഗമെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിട്ട് റസൂലുള്ളാഹിൻ്റെ മുതുകുഭാഗത്ത് ആ കട്ടിലിൻ്റെ അടയാളങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. ഈത്തപ്പന തോലുകൾ കൊണ്ട്, പരുപരുക്കനെയുള്ള തോലുകൾ കൊണ്ട് നിർമ്മിച്ചൊരു കട്ടിലിൽ കിടക്കാൻ മാത്രം സൗഭാഗ്യം ലഭിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ രംഗം കണ്ടിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു കരയുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹു കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. ഉമറേ, അലാ തർള അൻ തകൂന ലനൽ ആഖിറ. ഉമറേ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആഖിറത്തല്ലേ? നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന നാളെ പാരത്രിക ലോകത്തെ സുന്ദരമായ രംഗങ്ങളല്ലേ ഉമറേ? വലഹും ഫിൽ ആഖിറ. നീ പറഞ്ഞ കൈസറും കിസ്റയും ഒക്കെ അവർക്ക് ദുനിയാവ് മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത്, വല്ലാഹി ലൗ തഅലമൂന മാ അലം ലലഹിക്തും ഖലീലാ വലബകീതും കസീറാ. ഞാൻ അറിഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലലഹിക്തും ഖലീല, നിങ്ങൾ കുറച്ച് മാത്രമേ ചിരിക്കുള്ളൂ. വലബകീതും കസീറാ, എന്നാൽ ധാരാളം നിങ്ങൾ കരയുന്നതാണ്. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്ത് ആ ഉപദേശങ്ങൾ നെഞ്ചിലേറ്റിയിട്ട് തന്നെയാണ് ജീവിച്ചത്. അത് ആ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയും, നമ്മളും അവർ പോയ അതേ സ്വർഗത്തേക്ക് പോകാനുള്ളതാണ്. നമ്മളും അവർ പോയ ആ അവർ പോകുന്ന ആ പാരത്രിക ലോകം പ്രിയപ്പെട്ടവരെ അഭിമുഖീകരിക്കാനുള്ളതാണ്. അവരുടെയും നമ്മുടെയും വിചാരണ ഒന്നാവും. അവരുടെ മുന്നിൽ നമുക്ക് പിടിച്ചു നിൽക്കണം. ആ സുഹൃതം ചെയ്തവരുടെ മുന്നിൽ എന്ത് നന്മകളായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുക? ജീവിതം റഹ്മാനായ റബ്ബിനെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ക്രമീകരിക്കാൻ നാം ഏറെ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാഥ. ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ.
അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ വിശ്വാസിനികൾക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം വിശാലമാക്കണേ അല്ലാ. മുസ്ലിം ലോകത്തിന് എന്നും ഇസ്സത്തും പ്രതാപവും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم اعتقنا من النار اللهم ادخلنا الجنة يا رب العالمين. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.